തമിഴ്നാടിന് അവകാശപ്പെടുവാനുള്ളത് 2000 വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യമാണ്. ഈ 2000 വർഷത്തെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ ഒരു ക്രൈസ്തവനായ നേതാവ്, മുഖ്യമന്ത്രി തമിഴ്നാടിനെ ഭരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മതവും അല്ലെങ്കിൽ ആത്മീയതയും പൊളിറ്റിക്സും അഥവാ രാഷ്ട്രീയവും തമ്മിൽ കൂടി ചേരരുത്, അല്ലെങ്കിൽ അത് മിക്സാക്കരുത് എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൻ്റെ പ്രമാണവും. ഞാൻ അതുതന്നെയാണ് പേഴ്സണലി വിശ്വസിക്കുന്നതും. എന്നാൽ തമിഴ്നാടിൻ്റെ ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ച് കേൾക്കുവാൻ നിങ്ങൾക്ക് ഒരല്പം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തമിഴ്നാടിൻ്റെ ക്രൈസ്തവ പശ്ചാത്തലത്തെക്കുറിച്ച്, എങ്ങനെയാണ് ക്രൈസ്തവത അവിടെ റൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ വേരൂന്നിയത്, വളർച്ച പ്രാപിച്ചത്, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമുക്കൊന്നിച്ച് ഇന്ന് ചിന്തിക്കാം. ഏകദേശം അത് സംഭവിച്ചിട്ട് 2000 വർഷങ്ങളോളമായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരും അതിലേറെ ദൈവമക്കളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി യാത്രയായി. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അപ്പൊസ്തലന്മാരിൽ ഒരാളായിരുന്ന തോമസ്, സംശയാലുവായ തോമസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ തോമസ് മലബാർ തീരത്ത് എത്തി, അഥവാ കേരളത്തിലും എത്തി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ എത്തിയ തോമസ് ശ്ലീഹ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ലായിരുന്നു ചെയ്തത്. 7 പള്ളികൾ കേരളത്തിൽ പണിതു. അതിനുശേഷം തോമസ് ശ്ലീഹ തമിഴ്നാട്ടിലേക്ക് ദൗത്യവുമായി പോയതായും AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ അമ്പെയ്ത് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അമ്പ് ഏറ്റു കൊല്ലപ്പെട്ടു എന്നുള്ളതുമാണ് ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത. ചെന്നൈയിലെ മൈലാപ്പൂരിൽ തോമസ് ശ്ലീഹ കൊല്ലപ്പെട്ടത് ജൂലൈ 3-ാം തീയതിയാണെന്നും അല്ല ഡിസംബർ 21-ാം തീയതിയാണെന്നും 2 ഡേറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതിന് 2 അഭിപ്രായങ്ങളാണ് ഉള്ളത്. പ്രധാനമായും ഒരു കാര്യം ഉറപ്പാണ്, തോമസ് ശ്ലീഹ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് തമിഴ്നാട്ടിൽ നേരിട്ടിരുന്നു. അതിൻ്റെ ഫലമായി മതമൗലികവാദികൾ താൻ ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അമ്പെയ്ത് കൊന്നു എന്നുള്ളതാണ് ഒരു കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തെ ആരും അങ്ങനെ വന്ന് കൊന്നതല്ല. എന്നാൽ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ മയിലുകളെ ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മയിലുകളെ വേട്ടയാടുന്ന സമയത്ത്, അമ്പെയ്ത സമയത്ത് ഇത് അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തോമസ് ശ്ലീഹയുടെ ശരീരത്തിൽ തറച്ചു എന്നുള്ളതാണ് മറ്റൊരു കഥയെന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിലും തോമസ് ശ്ലീഹ അമ്പെയ്ത് ആണ് അവിടെ കൊല്ലപ്പെട്ടത്. അദ്ദേഹം അതൊരു ആക്സിഡൻ്റൽ ഡെത്തായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു രക്തസാക്ഷിത്വ മരണമായിരിക്കാം. എങ്ങനെയാണെങ്കിലും അദ്ദേഹം തമിഴ്നാട്ടിൽ വളരെ ശക്തമായ പ്രതികൂലങ്ങളിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അതിനെ അറിയിച്ചതെന്നുള്ളത് ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരശേഷിപ്പുകൾ കൊണ്ടുവന്ന് അടക്കിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇന്നൊരു ബസിലിക്കയുണ്ട്, ഒരു പള്ളിയുണ്ട്. സാൻതോം ബസിലിക്ക എന്ന പേരിൽ ഒരു പള്ളിയും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോസ്തലനായ തോമസ് 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. 7 വലിയ പള്ളികളും അര അല്ലെങ്കിൽ പകുതി മാത്രം അദ്ദേഹം ഒരു പള്ളി പണിതു. ആ പകുതി എന്നുദ്ദേശിക്കുന്നത് ഒരു ചെറിയ പള്ളി എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു കുരിശ് നാട്ടി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പണിത ഹാഫ് ചർച്ച് അഥവാ അരപ്പള്ളി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ തിരുവിതാംകോട് രാജാവാണ് അദ്ദേഹത്തെ പ്രത്യേകമായി ക്ഷണിച്ച് അവിടെ വന്ന് ശുശ്രൂഷ ചെയ്തതെന്നും അവിടെ ആ കുരിശ് സ്ഥാപിച്ചതെന്നുമാണ് വിശ്വാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തോമയാർ കോവിൽ എന്ന് പറയുന്ന ഒരു പള്ളിയും ഇപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നു. അത് സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കീഴിലാണ് അത് പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ വളർച്ച തമിഴ്നാട്ടിൽ പ്രധാനമായും നടന്നത് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി പോർച്ചുഗീസ്, ഡച്ച്, ഇറ്റാലിയൻ, ബ്രിട്ടീഷ് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തമിഴ്നാട്ടിലേക്ക് വരികയും തമിഴ്നാട്ടിൽ അനേക സുവിശേഷ പ്രവർത്തനങ്ങൾ പിന്നീട് നടക്കുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുത. അവരുടെ കൂടെ അനേക ചാപ്ലൈൻസ് ഉണ്ടായിരുന്നു, പ്രീസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ ശക്തമായി തമിഴ്നാടിനെ സുവിശേഷീകരിക്കുന്നതിന് വേണ്ടി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി സേവന മനോഭാവത്തിലൂടെ അവർ നിന്നുവെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിലേക്കും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ആ വലിയ മിഷണറി. അദ്ദേഹം ഒരു സ്പാനിഷ് ജസ്യൂട്ട് മിഷണറി ആയിരുന്നു. അദ്ദേഹം തമിഴ്നാടിനെ സ്നേഹിച്ച ഒരു മിഷണറിയാണ്. തമിഴ്നാടിനെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വന്ന അനേക മിഷണറിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി ഇന്നും ഫ്രാൻസിസ് സേവിയറിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1542 മുതലുള്ള സമയങ്ങളിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലും തൂത്തുക്കുറിലിലുമൊക്കെ വളരെ ശക്തമായ ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്തു. പ്രധാനമായും
താൻ ഫോക്കസ് ചെയ്ത് പറവ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിൽപ്പെട്ടവരോടായിരുന്നു. അവരുടെ ഇടയിൽ പാർത്തുകൊണ്ട് അവരോട് താൻ സുവിശേഷം അറിയിച്ചു. അനേകരെ സ്നാനപ്പെടുത്തി. വിശ്വാസ പ്രമാണം അവരുടെ ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ടു. അദ്ദേഹം പ്രധാനമായും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലായിരുന്നു ഈ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെയും നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ഭാഗവും മണപ്പാട് എന്ന് പറയുന്ന ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹം സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ ധ്യാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഏകദേശം 40 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. നാഗർകോവിലിലെ സെയിൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് ഇപ്പോഴും അനേകർ പോയി കാണുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ്. ഇന്ന് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കരാണ് ബഹുഭൂരിപക്ഷവും. അങ്ങനെ തന്നെ കത്തോലിക്കരുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തീർത്ഥാടനങ്ങൾ തമിഴ്നാട്ടിലേക്ക്, പ്രത്യേകിച്ച് വേളാങ്കണ്ണി മുതലായിട്ടുള്ള പള്ളികളിലേക്ക് പോകുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷേ തമിഴ്നാടിനെ മുഴുവനും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ക്രൈസ്തവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വെറും 6% മാത്രമാണ്. എന്നാൽ കന്യാകുമാരി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ളത്. അവിടെ 47% ക്രൈസ്തവരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു കണക്കുകളിലൂടെ. തമിഴ്നാട്ടിൽ സുവിശേഷം അറിയിക്കപ്പെട്ടപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായത് അവിടെ പുറകിലേക്ക് നിൽക്കുന്ന സമുദായങ്ങളിലേക്കായിരുന്നു. പുറകിലേക്ക് നിൽക്കുന്ന സമുദായങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിൽ ഒരു ഉന്നമനവും ഇല്ലാതിരുന്നവർ, അവർക്ക് അക്ഷരം പഠിച്ച് അവരുടെ ജാതീയ വ്യവസ്ഥയിൽ നിന്ന് വെളിയിൽ വരുന്നതിന് വേണ്ടി ക്രൈസ്തവ സുവിശേഷകന്മാർ അവരെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2000 വർഷമായി ക്രൈസ്തവ സാന്നിധ്യം അവിടെ ഉണ്ട് എങ്കിലും ഇതുവരെയും ഒരു ക്രൈസ്തവൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നേതാവും അവിടെ മുഖ്യമന്ത്രി പദത്തിലോ അല്ലെങ്കിൽ നേതൃപദത്തിലോ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ചേര സാമ്രാജ്യവും ചോള സാമ്രാജ്യവും പാണ്ഡ്യ സാമ്രാജ്യവും ഒക്കെ തമിഴ്നാടിനെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ നമ്മൾ ദർശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്സും മതവും തമ്മിൽ ഒരുമിച്ച് അത് മിങ്കിൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിപൂർണമായി ഒരു ക്രിസ്ത്യാനിയായി തൻ്റെ പോസ്റ്റിൽ നിൽക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രൈസ് ദി ലോർഡ് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ വിജയം ആഘോഷിച്ചത്. അദ്ദേഹം ആ രീതിയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അധികാരം ലഭ്യമായി കഴിഞ്ഞതിന് ശേഷം ഇനിയും മുന്നോട്ടുള്ള ചില വർഷങ്ങളിൽ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്നത്, ക്രൈസ്തവർക്ക് അനുകൂലമായി അദ്ദേഹത്തിന് മാത്രം നിൽക്കുവാൻ സാധ്യമാവുകയില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിച്ച് കൊണ്ടുപോകുന്നവനാണല്ലോ ഒരു നല്ല ഭരണാധികാരി. തീർച്ചയായിട്ടും അദ്ദേഹം ജ്ഞാനമുള്ള വ്യക്തിയാണ്, ആ രീതിയിൽ മാത്രമാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, ക്രൈസ്തവരുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ക്രൈസ്തവ മുഖ്യമന്ത്രി അവിടെ തമിഴ്നാട്ടിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെ ക്രൈസ്തവ മാർഗത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള അക്യൂസേഷൻ പോലും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റാണ്, ഒരു ഭൂതകാലമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാനിത് പറയുന്നത് 2002 ഒരു ഓർഡിനൻസ് എൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ്. 2002 ഒരു നിയമം പാസ്സായി, മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം. ജയലളിതയാണ് അത് പാസ്സാക്കിയത്. AIADMKയുടെ തലപ്പത്തിരുന്ന ജയലളിത അത് പാസ്സാക്കിയ സമയത്ത് 2002 ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നത്, അതിന് ഇരയായി തീർന്നത്, വിക്ടിംസായി തീർന്നത് ക്രൈസ്തവ സുവിശേഷകന്മാരായിരുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അന്ന് ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നത് അധികം കേട്ടുകേൾവിയില്ലാതിരുന്ന ഒരു സമയമായിരുന്നു. മധ്യപ്രദേശിലും ഒറീസയിലും മാത്രമേ അതിനു മുമ്പ് മതപരിവർത്തന നിരോധന നിയമം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇന്ത്യയിലെ 12 സ്റ്റേറ്റുകളിൽ ഔദ്യോഗികമായി മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നതിൻ്റെ പുറകിലും അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസായി, ബലിയാടുകളായി ഏറ്റവും കൂടുതൽ ഉപദ്രവം ഏൽക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ മിഷണറിമാരുടെ ദൗത്യം എന്ന് പറയുന്നത് മതപരിവർത്തനം അല്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സ്നേഹം അറിയിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യും, അവരെ പഠിപ്പിക്കും, അവരെ അക്ഷരം പഠിപ്പിക്കും, അവർക്ക് ആരോഗ്യം നൽകും, അവർക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം നൽകുക തന്നെ ചെയ്യും. എന്നാൽ അത്യന്തപരമായി അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആ സാധുജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 2002 തമിഴ്നാട്ടിൽ മതപരിവർത്തന നിരോധന നിയമം വന്ന സമയത്ത് അത് ഇന്ത്യയിൽ ഒന്നടങ്കം കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഇതിന് മുൻകൈ എടുക്കുക, ജയലളിതയുടെ നേതൃത്വത്തിൽ അത് അങ്ങനെ നടന്ന സമയത്ത് വളരെ വലിയ ചോദ്യചിഹ്നങ്ങളായിരുന്നു. അങ്ങനെ മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയതിൻ്റെ പുറകിൽ ജയലളിത കണ്ട പ്രധാനപ്പെട്ട 2 സംഭവങ്ങളുണ്ടായിരുന്നു.
സെപ്റ്റംബർ മാസം 2002 സെപ്റ്റംബർ മാസം ഒരു വലിയ റാലി നടക്കുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും, ആയിരക്കണക്കിന് ജനങ്ങൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ആദ്യം നടന്നത് കാഞ്ചീപുരത്തായിരുന്നു. അതിനുശേഷം മധുരയിലും ഇതേ സംഭവം 2002 നടക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജയലളിത അങ്ങനെയുള്ള ഒരു നിരോധന നിയമം അവിടെ പാസ്സാക്കിയത്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ആസ് യൂഷ്വൽ അത് ക്രൈസ്തവ മിഷണറിമാർക്കും അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കും എതിരെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു ചരിത്ര വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2023 MK സ്റ്റാലിനോട് സുപ്രീം കോടതി ചോദിച്ചു, തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം ഔദ്യോഗികമായി എഴുതി സുപ്രീം കോടതിക്ക് കൊടുത്ത കാര്യവും ഇതുതന്നെയാണ്. ഇല്ല, തമിഴ്നാട്ടിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യവുമാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ മതസ്വാതന്ത്ര്യം ഉള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ താനൊരു ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പടവും പ്രൈസ് ദി ലോർഡും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുഖ്യമന്ത്രി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് 2002 ചരിത്രം ഓർക്കുന്നവരുടെ മനസ്സിൽ അതേ ചില ഓർമ്മകൾ ഓടിയെത്തുകയാണ്. തീർച്ചയായിട്ടും തമിഴ്നാടിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയും എല്ലാ മുഖ്യമന്ത്രിമാർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കുവാൻ പോകുന്നവരുമായിട്ടുള്ള എല്ലാവരെയും, പ്രധാനമന്ത്രിയെയും എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് എന്താണെന്ന് മനസ്സിലാക്കി, തമിഴ്നാട്ടിലെ ക്രൈസ്തവ പാരമ്പര്യത്തെ മനസ്സിലാക്കി, അതേ ക്രൈസ്തവ മാർഗത്തോളം തന്നെ പഴക്കം ഉള്ള ഒരു ക്രൈസ്തവ ചരിത്രമാണ് തമിഴ്നാടിനും അവകാശപ്പെടുവാനുള്ളത്. അവിടെ ദൈവസ്നേഹം കൂടുതൽ വ്യാപരിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആത്മീയമായി തമിഴ്നാടിനെ നമ്മുടെ പ്രാർത്ഥനകളിൽ വഹിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. അവിടെ പുതുതായി ഇലക്ട് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടും തന്നെ തൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എന്നാൽ തീർച്ചയായിട്ടും ഇതൊരു സന്തോഷ നിമിഷം തന്നെയാണ്. അനേകരുടെ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനുമുള്ള ഒരു മറുപടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നിടം വരെയും ഈ ഭൂമിയിലെ ഒരു ഭരണകർത്താക്കളും പരിപൂർണമായും ദൈവമക്കൾക്ക് അനുകൂലമാകുകയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഭരണങ്ങളും തെരഞ്ഞെടുപ്പുകളും നമ്മുടെ മുൻപിൽ നടക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ഭരണം എത്ര മനോഹരമാണെന്ന് മനസ്സിലാക്കുവാനും യേശു കർത്താവിൻ്റെ ഭരണത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുവാനുമാണ് നമ്മൾ സമയം വേർതിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്. അതിനുവേണ്ടി ആരും വോട്ടിടേണ്ട ആവശ്യമില്ല. ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലേക്കാണ് വരുന്നത്. യേശുക്രിസ്തു നമ്മളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നാം മനസ്സിലാക്കി യേശു കർത്താവിൻ്റെ ആ രാജ്യത്വത്തിൻ്റെ കീഴിൽ ആകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മുടെ പാപമുള്ള ജീവിതത്തെ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി നാം കൈമാറുന്ന സമയത്ത് ദൈവത്തിൻ്റെ നീതി നമ്മുടെ ഹൃദയത്തിൽ അത് പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യത്തിൽ നമുക്ക് സൗജന്യമായ പങ്കും അവകാശവും ഉണ്ടാവുകയും ചെയ്യും. ആ ഭരണം എന്ന് പറയുന്നത് ശാശ്വത ഭരണമാണ്. അവിടെ ഭരിക്കുന്നത് രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു മാത്രമാണ്.